25 ലക്ഷം രൂപ കാവുങ്ങത്തോട്ടം. മലപ്പുറം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജില്ലയാണ്. എന്റെ പ്രിയ മുരളിയേട്ടന് അതുപോലെ കൂട്ടുകാരന് ടാറിട്ട റോഡാണ്, റോഡിന്റെ 5 സെന്റ് വേണമെങ്കിൽ 5 സെന്റ്, 10 സെന്റ് വേണമെങ്കിൽ 10 സെന്റ്. സെന്റിന് ചോദിക്കുന്ന വില വെറും 85,000 രൂപ. കാറ്റടിക്കത് കാറ്റടിക്കത് മാമാ മാമാ. വാടക കൊടുത്ത് മടുത്തു, സ്വന്തമായിട്ടൊരു വീട് വേണം, അതും എൻ്റെ അടുക്കൽ കൂടുതൽ പൈസ ഒന്നുമില്ല. അപ്പോ 14 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 7 സെന്റ് ഭൂമിയും അതോടൊപ്പം 900 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച 3 ബെഡ്റൂം ഉൾപ്പെടുന്ന ടെറസ് വീടാണ് തരാൻ പോകുന്നത്, അതും ടാറിംഗ് റോഡ് വക്കിന്. ഈ പുതിയ റോഡുകള് ഞാൻ കണ്ടല്ലോ. ഈ റോഡ് 2 ഏക്കർ സ്ഥലത്തേക്കാണുള്ളത്. ഈ 2 ഏക്കറിക്ക് മാത്രം 2 ഏക്കറിക്ക് മാത്രം. അപ്പൊ അതിന് പറ്റുന്ന ആൾക്കാർ എടുത്തുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ കീശയിലില്ല. അവനോടല്ലേ നാട്ടിലൊക്കെ വിളിച്ചു, ഫോൺ നമ്പറിൽ ഓരോന്നും വിളിച്ചു ബന്ധപ്പെടും. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് കരുളയിലാണല്ലോ. നിനക്ക് വേണ്ടി കാലം കാത്തുവെച്ചിരിക്കുകയാണ് നമ്മുടെ മൂത്തിയിടം പഞ്ചായത്തിലെ 1 ഏക്കർ 60 സെന്റ് ഭൂമി. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് മാമ? എന്തിനാ പറ്റാത്ത ചങ്ങായി? എന്തിനാ പറ്റും? പറ്റും, ഗോഡൌണിന് പറ്റും, പിന്നെ കോളേജിന് പറ്റും, പിന്നെ എന്തിനു പറ്റും? ഇതിന് പറ്റാത്ത ഒന്നിനുമില്ല. പറ്റും, വീടൊക്കെ പറ്റില്ല, എല്ലാത്തിനും പറ്റും. അങ്ങനത്തെ എത്ര ഏക്കറാണ്? 1 ഏക്കർ 60 സെന്റും. 60 സെന്റ്. റോഡുണ്ടോ? റോഡന്നെ ഉള്ളതിന്. കറുത്ത റോഡാണോ? റോഡ് ധാറിട്ട റോഡ് ആണോ? ആണ്. 5 സെന്റ് വേണമെങ്കിൽ 5 സെന്റ്, 10 സെന്റ് വേണമെങ്കിൽ 10 സെന്റ്. സെന്റിന് ചോദിക്കുന്ന വില വെറും 85,000 രൂപ. അപ്പൊ ടെറസ് വീട് ഇന്നത്തെ കണ്ടീഷൻസിൽ 6 സെന്റും ഒരു ടെറസ് വീടും എന്തായാലും നിർമ്മിക്കാൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എത്ര വരും നിങ്ങളുടെ അഭിപ്രായത്തില്? ഇപ്പത്തെ ഈ ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം രൂപ എന്തായാലും വേണം. അതെ, 10 ലക്ഷം. 10 ലക്ഷം രൂപക്ക് എന്നാലും തീരാൻ സാധ്യത കുറവാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, 800 സ്ക്വയർ ഫീറ്റും 800 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീട് A to Z വർക്ക് തീരണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിന്റെ ഫ്ലോറിംഗ് അടക്കം ഒരു 1500 രൂപ തോതിൽ സ്ക്വയർ ഫീറ്റിന് വെച്ച് വരുമ്പോൾ എത്ര വരും? 12 ലക്ഷം രൂപ വരും അല്ലെ? അതിന് നമ്മൾ ഉടമ ചോദിക്കുന്നത് ഈ 6 സെന്റ് ഭൂമിയും ഈ കാണുന്ന വീടും അതോടൊപ്പം 2 ബാത്റൂം അല്ലെ, പുറത്ത് ബാത്റൂം ഉണ്ട്. അതിന് തന്നെ വരും ഇപ്പോഴത്തെ കണക്ഷനിൽ 1 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ ബാത്റൂമിന് കുളിമുറി ഉണ്ടാക്കാന് 1.5 ലക്ഷം രൂപ, 1 ലക്ഷം കൂട്ടിക്കോളൂ. അങ്ങനെയൊക്കെയുള്ള ഒരു വീടാണ്. പിന്നെ ഇതില് ഒരു ജസ്റ്റ് ഒരു കുറവ് എന്ന് പറയാൻ എന്താ ഉള്ളത്? ഒരു കിണറില്ല. അത് കുഴിക്കാൻ അത് എത്ര വരും? 10 കോല് 12 കോല് മാക്സിമം പോയ 12 കോല് താഴ്ചയുള്ളൂ. കിണറാണ് ഈ കാണുന്നത്. നിങ്ങൾ കുഴിച്ചിട്ട് റിംഗ് ഇറക്കിയാണ് എടുത്താൽ മതി. 4 ദിവസം കൊണ്ട് കിണറാവും. ഇത് 60,000 രൂപയോളം. അതെ, നിങ്ങൾ ഈ കാണുന്ന കിണർ തൊട്ടടുത്ത വീട്ടിലത്തെ കിണറാണ്. അതൊരു 12 കോൽ താഴ്ച ഉണ്ടാവും. 12 കോൽ താഴ്ചക്ക് ഒരു 60,000-70,000 രൂപ മാക്സിമം പോയാൽ അത്രേ വരുള്ളൂ. പിന്നെ ഒരു കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലോറിങ്ങിന്റെ ഒരു വർക്ക് തീരാൻ ബാക്കിയുണ്ട്. ഫ്ലോറിങ്ങും നമ്മുടെ കിണർ പണിയും ഇവിടെ ചേർന്ന് ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് തീർത്ത് കൊടുക്കാനും സാധിക്കും. കാരണം വെച്ചാൽ കിച്ചന്റെ വർക്ക് പകുതി കഴിഞ്ഞിട്ടുണ്ട്, ബാത്റൂമിന്റെ ഫ്ലോറിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ബാത്റൂം വെച്ചിട്ടുണ്ട്. അതുപോലെ സിറ്റ് ഔട്ടിൽ ടൈലിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിട്ടോ, ബാക്കി ഇതിന്റെ അടിഭാഗം മാത്രമേ ഉള്ളൂ. 25 ലക്ഷം രൂപ കാവുങ്ങത്തോട്ടം കൊടുക്കാൻ എവിടെ? മലപ്പുറം ജില്ലയിലെ പോത്തല് പഞ്ചായത്തിലാണ്. 25 ലക്ഷം രൂപ കാവുങ്ങത്തോട്ടത്തിനും 1 ഏക്കർ 40 സെന്റിന് നമ്മൾ 15 ലക്ഷം രൂപയ്ക്ക് 1 ഏക്കർ 40 സെന്റും നമ്മൾ കൊടുക്കും. മൊത്തത്തിൽ വേണമെങ്കിൽ 40 ലക്ഷമാണ് നമ്മളെ കയ്യിൽ കിട്ടേണ്ടത്. കാവുങ്ങത്തോട്ടം കണ്ടിട്ട് പൂച്ചാൻ കാച്ചാത്താണ് കായില്ലാതെ ഔത്തുതീർക്കും. ഇന്ന് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് വില്ലകളല്ല നിർമ്മിക്കാൻ പറ്റുന്ന നല്ലൊരു മുതലാണ്. അതും എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മലപ്പുറം ജില്ലയിലെ വെണ്ടേക്കാമ്പോയിൽ, നമ്മുടെ കക്കാരംപോയിലിന് തൊട്ട് അടുത്തുള്ള നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ് നമ്മുടെ വെണ്ടേക്കാമ്പോയിൽ. അപ്പൊ ഈ വെണ്ടേക്കാമ്പോയില് നമ്മുടെ കേരളത്തില് 4 ഏക്കർ ഭൂമി വിൽപ്പനക്കായി വന്നിട്ടുണ്ട്. ചെറിയ വിലയുള്ളൂ. സെന്റിന് 38,000 രൂപയാണ് ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ മൊത്ത വിലയാണ് ചോദിക്കുന്നത്. ഒരു സെന്റിന് 38,000 രൂപ തോതില് 4 ഏക്കർ ഭൂമിയാണ് കൊടുക്കാനുള്ളത്. വാടക വീട് തോറും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരും നമ്മുടെ കേരളക്കരയിലുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സുബൈർ ബാപ്പു ഇന്ന് വന്നിട്ടുള്ളത്. 7,25,000 രൂപയ്ക്ക് നിങ്ങൾക്കായിട്ട് 3 സെന്റ് ഭൂമിയും അതോടൊപ്പം പറ്റാത്തൊരു കിണറും 2 ബെഡ്റൂമുള്ള ഒരു ടെറസ് വീടാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചോക്കാട് പഞ്ചായത്തിലെ ബസ് റൂട്ടിൽ നിന്ന്, അതായത് നമ്മുടെ ചോക്കാട് പഞ്ചായത്തിലെ മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ മലയോര ഹൈവേ, നമ്മുടെ മൈസൂരിലേക്കും ഊട്ടിയിലേക്കും എല്ലാം പോകുന്ന റോഡ് വക്കിന്, ആ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു 400 മീറ്റർ 500 മീറ്റർ ദൂരപരിധിക്കുള്ളിലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീട്. 17 ലക്ഷം രൂപയ്ക്ക് 12 സെന്റ് ഭൂമിയും 4 ബെഡ്റൂം ഉൾപ്പെടുന്ന ഇരുനില വീട് വിൽപ്പനക്കായി വന്നിട്ടുണ്ട്. എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ചോക്കാട് പഞ്ചായത്തിലെ ഈ കാണുന്ന മമ്പാട്ടുമൂല ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം ദൂരപരിധിക്കുള്ളിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാഞ്ഞിരപ്പൊയിൽ സ്റ്റേഡിയത്തിൽ നിന്ന് 300 മീറ്റർ മാത്രം ദൂരത്തിൽ
ഈ കാണുന്ന കാഞ്ഞിരപ്പുഴയിൽ ഓഡിറ്റോറിയത്തിന് തൊട്ട് ചാരിയുള്ള ഈ റോഡിന് നേരെ അങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ 300 മീറ്റർ മാത്രം. ഈ മണ്ണ് റോഡിന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീട്ടിലേക്ക് എത്തും മക്കളെ. അപ്പോ വീട് കാണാൻ നമുക്ക്. ഈ വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. 4 ബെഡ്റൂം ഉണ്ട്. സിറ്റ് ഔട്ട് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീലിംഗ് കണ്ടു നിങ്ങൾ. നല്ല വൃത്തിയുള്ള വീടാണ്. മലപ്പുറം ജില്ലയിലെ തൃക്കലങ്കോട് പഞ്ചായത്തിലെ നമ്മുടെ എളങ്കൂർ പട്ടണ നഗരിയിൽ നിന്ന് 2-2.5 കിലോമീറ്റർ ദൂര പരിധിക്കുള്ളിൽ, അതോടൊപ്പം നമ്മുടെ ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ട്, നാഷണൽ ഹൈവേ അല്ലേ? ആ നാഷണൽ ഹൈവേയിൽ നിന്ന് 2 കിലോമീറ്റർ ദൂര പരിധിക്കുള്ളിൽ നമ്മുടെ കെയർ ഓഫിൽ, നമ്മുടെ സുഖേട്ടന്റെ കെയർ ഓഫിൽ വന്നൊരു വർക്കാണ്. 10 സെന്റ് ലാൻഡ്, അതും 2 ഭാഗം റോഡ്, 2 ഭാഗം റോഡ്, ഏകദേശം 1000-ഓളം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്, വറ്റാത്തൊരു കിണറുണ്ട്, പിന്നെ 2 ബെഡ്റൂം, ഹാള്, സിറ്റ് ഔട്ട്, അങ്ങനെ പറയുകയാണെങ്കിൽ വർക്ക് ഏരിയ, കിച്ചന് എല്ലാം ഉണ്ട്. അപ്പൊ ഈ ഒരു വീടിന് അതോടൊപ്പം ഈ ലാൻഡിന് പാടെ നമ്മൾ ഓണർ എത്ര ചോദിക്കണം? നമ്മോട് 20 ലക്ഷം രൂപ. ഇവിടെ മാർക്കറ്റ് റേറ്റ് എത്ര നിങ്ങളുടെ അഭിപ്രായത്തില്? മാർക്കറ്റ് 1.5 ഉണ്ട്. വാടക വീട്ടിൽ ഞാൻ ജീവിക്കില്ല. അത് 4 അടി വഴിയായാലും ശരി, ഓടുമേഞ്ഞ വീടായാലും ശരി, എനിക്കൊരു കുഞ്ഞു വീട് വേണം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിലും നിങ്ങൾക്ക് സുബൈർ ബാപ്പു ഇന്നൊരു മുതൽ കൊണ്ടുവന്നിരിക്കുക കേട്ടോ. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചോക്കാട് പഞ്ചായത്തിലെ മഞ്ഞപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നമുക്കൊരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂര പരിധിക്കുള്ളിൽ, അതോടൊപ്പം മഞ്ഞപ്പെട്ടി ജുമാ മസ്ജിദ് ഉണ്ട്. ആ ജുമാ മസ്ജിദിൽ നിന്ന് നമുക്കൊരു 500-600 മീറ്റർ മാത്രം ദൂര പരിധിക്കുള്ളിൽ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിസാരാക്കൊന്നും വേണ്ട. 3 ബെഡ്റൂം ഉണ്ട്, വറ്റാത്തൊരു കിണറുണ്ട്, അതോടൊപ്പം 3 തെങ്ങുണ്ട്, പിന്നെ തിരുമ്പാങ്കല്ല്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് എന്തൊക്കെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു വീട് നിങ്ങൾക്ക് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലേ? ചെറിയ വില കിട്ടുകയാണെങ്കിൽ അതും പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം, ഒരു പ്രൈവസി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിടാൻ പറ്റുന്ന അല്ലെങ്കിൽ താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. വറ്റാത്തൊരു കിണറുണ്ടോ, ഏത് കാലത്തും വെള്ളം ഉണ്ടാവും. അപ്പൊ ആ ഒരു വീടിന് നമ്മൾ ഉടമ ചോദിക്കുന്ന വില എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമൊന്നുമില്ല, ഒരു മൊത്തത്തിലാണ് ഒരു 6-6.5 സെന്റ് സ്ഥലം. അതിന് അദ്ദേഹം ചോദിക്കുന്നത് വില മൊത്തത്തിൽ 7 ലക്ഷം രൂപയാണ്. കച്ചവടമാണ്, ചെറിയ നീക്കുപോക്കിന് തയ്യാറാണ്. അപ്പൊ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, എന്റെ സഹോദരങ്ങളായാലും സഹോദരിമാരായാലും ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട് വിളിച്ചോളി. പിടിച്ചാ പിടിയിറങ്ങാത്ത, നോക്കി നിങ്ങള്, ഇത്ര പിടിച്ചാ പിടിയിറങ്ങാത്ത ഏകദേശം 40ഓളം റബ്ബറും 20ഓളം കവുങ്ങും ഉൾപ്പെടുന്ന 20 സെന്റ് ഭൂമി നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാണ്. എവിടെയെന്ന് വെച്ചാല് നമ്മുടെ മലപ്പുറം ജില്ലയിലെ അമരമ്പലം പഞ്ചായത്തിലെ തോട്ടേക്കാട് ടൗണിൽ നിന്ന് KCB റോഡ്, ഈ റൂട്ടിലാണ് ഈ ഒരു മുതലുള്ളത്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 40ഓളം റബ്ബർ മരങ്ങൾ, 20ഓളം കവുങ്ങ്, തൊട്ടടുത്ത് അയൽവാസികൾ, എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടുന്ന, സുലഭമായി തെളിനീർ കിട്ടുന്ന, ഓപ്പൺ കിണറിൽ വെള്ളം കിട്ടുന്ന ഒരു ഭൂമിയും കൂടിയാണ്. അപ്പോൾ ഇതിന് ഓണർ ചോദിക്കുന്ന വില 55,000 രൂപയാണ്. മലപ്പുറം ജില്ലയിലെ നമ്മുടെ ചോക്കാട് പഞ്ചായത്തിലെ, അതും നമ്മുടെ മമ്പാട്ടുമൂല ടൗണിൽ നിന്ന് 300 മീറ്റർ മാത്രം ദൂരപരിധിക്കുള്ളിൽ ഇന്ന് സുബൈർ ബാപ്പു നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനും ബിൽഡിങ്ങിനും ക്വാർട്ടേഴ്സിനും ഗോഡൌണിനും എല്ലാത്തിനും പറ്റുന്ന ഒരു 30 സെന്റ് ഭൂമിയാണ് കേട്ടോ. നമ്മുടെ ചോക്കാട് പഞ്ചായത്തിലാണ് ഈ ഒരു ഭൂമി ഉള്ളത്. ചോക്കാട് പഞ്ചായത്തിലെ മമ്പാട്ടുമൂല എന്ന ഈ ഒരു ടൗണ്, ഈ ടൗണിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 1,60,000 രൂപ തോതിൽ 1 സെന്റിന് കൊടുക്കണം. അങ്ങനത്തെ 30 സെന്റ് ഭൂമിയാണ്. ഈ കാണുന്ന റോട്ടിന് പൊന്നാര ചെങ്ങന്മാരെ നിങ്ങൾക്ക് 20 സെന്റ് ഭൂമി, അതും ചെറിയ വിലക്ക് 3 കൂടിയ ജംഗ്ഷനിലാണ് ഈ ഒരു ലാൻഡ് ഉള്ളത്. ഇതാ ഇവിടെ ഒരു 3 കൂടി ജംഗ്ഷന്, അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഈ ലാൻഡ് അവസാനിക്കുന്നിടത്ത് ഒരു 3 കൂടി ജംഗ്ഷൻ. അങ്ങനെ നമുക്ക് കട റൂമിനും ക്വാർട്ടേഴ്സിനും വീട് വെക്കാനും പറ്റുന്ന 20 സെന്റ് ഭൂമിയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. 1 സെന്റിന് 75,000 രൂപ തോതിൽ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിളിക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. സ്ക്രീനിൽ നമ്പർ ഉണ്ട്, ആ നമ്പറിൽ വിളിച്ചാൽ മതി. ഈ കാണുന്ന റബ്ബർ മരങ്ങൾ ഉൾപ്പെടെ 13 സെന്റ് വീട് വെക്കാൻ പറ്റുന്ന ഭൂമി നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാണ്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആനക്കയം പഞ്ചായത്തിലെ നമ്മുടെ ഒറോമ്പുറം പന്തല്ലൂർ റൂട്ടിൽ നമ്മുടെ എസ് വളവ് ഉണ്ടല്ലോ, ആ എസ് വളവിൽ നിന്ന് കഷ്ടിച്ച് ഒരു 100 മീറ്റർ മാത്രമാണ് ഈ ഒരു ലാൻഡിലേക്കുള്ള ദൂരം. അപ്പോൾ ഇതിന് ഉടമ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വില 1 സെന്റിന് 85,000 രൂപയാണ്. സുബൈർ ബാപ്പു, അതോടൊപ്പം സുഹൈൽ സക്കാഫി, ഞങ്ങൾ രണ്ടുപേരും എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ നമ്മുടെ പള്ളിക്കൽ പഞ്ചായത്തിലെ വട്ടപ്പറമ്പ് അങ്കണവാടിക്ക് സമീപത്താണ്. 25 സെന്റ് സ്ഥലമാണ് ഇതുള്ളത്. ഈ ഭൂമി എന്ന് പറഞ്ഞത് എന്ത് ആവശ്യങ്ങൾക്കും പറ്റിയ ഭൂമിയാണ്. സ്ക്വയർ പ്ലോട്ടാണ്, അതേസമയം നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ്.
റബ്ബറൈസ്ഡ് റോഡ് ഒരു 100 മീറ്റർ അപ്പുറത്തുണ്ട്. റോഡ് മാർഗം പോവുകയാണെങ്കിൽ ഒരു 400 മീറ്റർ അങ്ങ് മുന്നോട്ട് പോയാൽ റബ്ബറൈസ്ഡ് റോഡാണ്. ഇതിലേക്കുള്ള റോഡ് പ്രൈവറ്റ് റോഡാണ് ഇപ്പോൾ നിലവിലുള്ളത്. 12 ഫീറ്റാണ് റോഡ്. അത്യാവശ്യം വലിയ നിസാൻ തന്നെ വരാൻ പറ്റിയ നല്ല റോഡാണ് ഇതിലേക്കുള്ളത്. ഈ പറമ്പിന്റെ പേര് തന്നെ കിണറുത്തി പറമ്പ് എന്നാണ്. നന്നായിട്ട് കിണറും നല്ല വെള്ളമുള്ള പറമ്പായതുകൊണ്ടാണ് പേര് വന്നത്. പരിസരത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളും സംവിധാനങ്ങളൊക്കെ ഉള്ള ആളുകൾ താമസിക്കുന്ന ഭൂമിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 2.25 2.25 എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച് എന്തൊക്കെ കുറച്ച് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് വേണ്ട ആളുകൾക്ക് അങ്ങനെ കൊടുക്കാം. ഇനി അതല്ല 5 സെന്റോ 10 സെന്റോ ഒക്കെ മുറിച്ച് ആവശ്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. മലപ്പുറം ജില്ലയിലെ അമരമ്പലം പഞ്ചായത്തിലെ നമ്മുടെ അമരമ്പലം ഓഡിറ്റോറിയം ഉണ്ട്. ഓഡിറ്റോറിയത്തിന്റെ നേരെ ഓപ്പോസിറ്റിൽ ഒരു 150 മീറ്റർ ദൂരപരിധിക്കുള്ളിൽ 45 സെന്റ് ഭൂമിയാണുള്ളത്. 45,000 ചോദിക്കുന്നു. ചുറ്റുഭാഗം കമ്പിവേലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് വീടുകളുണ്ട്. എല്ലാ വാഹനം നമ്മുടെ സൈറ്റിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു ലാൻഡാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. ഇതൊരു അർജന്റ് സെയിൽ ആയതുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് തരുന്നത്. മലപ്പുറം ജില്ലയിലെ ചേലേമ്പ്ര പഞ്ചായത്തിലെ നമ്മുടെ നിവേദിത ഹൈസ്കൂളിന് തൊട്ട് സമീപത്ത് ഈ കാണുന്ന ബസ് റൂട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരപരിധിക്കുള്ളില് നമ്മുടെ കെയർ ഓഫില് 5 സെന്റ് ഭൂമിയും അതോടൊപ്പം ഓടുമേഞ്ഞ വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. 4 അടി വഴിയാണ് വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. അപ്പൊ ഈ കാണുന്ന വീടാണ് നമുക്ക് വിൽക്കാനുള്ളത്. 2 ബെഡ്റൂമും ഒരെണ്ണം അറ്റാച്ച്ഡുമാണ്. ഓടും ഷീറ്റും ഉൾപ്പെടുന്ന ഒരു വീടാണ്. പറ്റാത്തൊരു കൊയൽ കിണറുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യത്തോടു കൂടിയുള്ള ഒരു ചെറിയ വീട്. ഇതിന് ഉടമ ചോദിക്കുന്നത് 12 ലക്ഷം രൂപയാണ്. അപ്പൊ ഈ വീടിനെ പറ്റി ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട്. പുതിയ വീട് അവിടെ നോക്കി നിങ്ങള്. എന്താണ് ഈ വീടിനെ കാണാൻ തന്നെ എന്തൊരു ചന്തല്ലേ. നമ്മള് ഈ കല്യാണത്തിന് ഇങ്ങനെ പുതിയന്നിങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കണ പോലെ തോന്നുന്നതിലേക്ക് അങ്ങനത്തെ ഒരു വീട്. അപ്പൊ ഇത് ഞാൻ കാണാൻ മാത്രം വന്നല്ല കേട്ടോ, ഇത് വിൽപ്പനക്കായിട്ട് വന്നതാണ്. ഇതിന് എത്ര വില വെച്ച് കഴിഞ്ഞാല് 7 സെന്റ് ഭൂമിയും അതോടൊപ്പം 3 ബെഡ്റൂം പറ്റാത്തൊരു കിണറുള്ള ഈ വീടിന് നമ്മൾ ഉടമ ചോദിക്കുന്ന വില ഓൺലി 22 ലാക്ക് 22 ലാക്ക് 22 ലക്ഷം രൂപ പച്ച മലയാളത്തിൽ പറയണമെങ്കിൽ. ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പഞ്ചായത്തിലെ നമ്മുടെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ നമ്മളെ റെയിൽവേ ഉദ്യോഗസ്ഥർക്കൊക്കെ വാങ്ങി താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയും കൂടിയാണ്. കാരണം ഏരിയയെ പറ്റി പറയുകയാണെങ്കിൽ, കാരണം ഞാൻ ദിവസേന സഞ്ചരിക്കുന്ന ഏരിയയും കൂടിയാണ്. സൗകര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, ക്ഷേത്രമുണ്ട്, ചർച്ചും ഉണ്ട്. 22 ലക്ഷം റുപ്യക്ക് ഈ വീട് നമ്മൾ ഉടമ അവിടെ കൊടുക്കും. പിന്നെ കച്ചവടമാണ്, എന്തായാലും ഇപ്പൊ നമ്മൾ ചോദിക്കണ കാര്യങ്ങൾ തരൂല, ഒരു ബാർഗിങ് ഉണ്ടാവും. അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അത് തരാനും തയ്യാറാണ്. അപ്പൊ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ പൊന്നാര ചങ്കുകളെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൂടെ വിളിച്ചോളി. ഇനി ഞാൻ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയണമെങ്കിൽ ബസ് റൂട്ടിൽ നിന്ന് 50 മീറ്റർ. മലപ്പുറം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജില്ലയാണ്. കാരണം ഇവിടെ പല വിധത്തിലുള്ള മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒറ്റ ഐക്യത്തിൽ ജീവിക്കുന്ന ഒരു നാടാണ്. ഇതുപോലെ മതസൗഹാർദ്ദമുള്ള ഒരു നാട് ഞാൻ വേറെ കണ്ടിട്ടില്ല. ഹലോ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു കർഷകനെയാണ് പരിചയപ്പെടുന്നത്. അപ്പൊ കർഷകനെ എന്തിനാണ് പരിചയപ്പെടുന്നത് വെച്ചാൽ, ഈ ഒരു കർഷക ഫാമിലിയിലെ രച്ചായന്റെ 1 ഏക്കർ ഭൂമിയും അതോടൊപ്പം ഒരു 1200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ടെറസ് വീടും. എന്റെ പ്രിയ മുരളിയേട്ടന് അതുപോലെ കുട്ടേട്ടന് ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു മുതൽ പരിചയപ്പെടുത്തുകയാണ്. അതും നമ്മുടെ റബ്ബറൈസർ റോഡ് വക്കിന്. റോഡ് വക്ക് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഏകദേശം റബ്ബറൈസർ റോഡ് തന്നെ 60 മീറ്റർ ഉണ്ട്. അതോടൊപ്പം ഇതിന്റെ പോക്കറ്റ് റോഡ് ഏകദേശം 40 മീറ്റർ ഉണ്ട്. 20 സെന്റ് 3 പ്ലോട്ടാക്കി വെട്ടിയാലും ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എടുക്കാം. ഇതിനകത്ത് ഇപ്പൊ ഒരു 3500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടുണ്ട്. ഒരു പഴയ വീടാണ്, പക്ഷെ ഇത് റിനോവേഷൻ ചെയ്ത് ഞങ്ങൾ പകുതി വഴിയിൽ നിൽക്കുകയാണ്. അത് എടുക്കുന്ന പാർട്ടിക്ക് വേണമെങ്കിൽ ഇത് ഒന്നുകിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ അത് പൊളിച്ചു കളയും ചെയ്യാം. നമുക്ക് 2 ഭാഗം റോഡുള്ളതുകൊണ്ട് ഒരു ഭാഗത്ത് പെട്രോൾ പമ്പ് വെക്കാം, മറുഭാഗത്ത് ഓഡിറ്റോറിയം വെക്കാം. പെട്രോൾ പമ്പിന് 30 സെന്റ് ഒക്കെ മതിയല്ലോ. ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് മിനി ഓഡിറ്റോറിയം 30,000, 40,000 റുപ്യൊക്കെ റെന്റ് വാങ്ങുന്ന മിഡിൽ ക്ലാസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓഡിറ്റോറിയം ഇവിടെ വരികയാണെങ്കിൽ വലിയ ഉപകാരമാണ്. അതോടൊപ്പം പെട്രോൾ പമ്പ്. അപ്പോൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളെ.